കാവ്യമാധവനുമായിട്ടുള്ള ബന്ധം ഞങ്ങളുടെ ഈ വിക്ടിം PW1 പറഞ്ഞു എന്ന് പറയുന്നതാണ്. അതിന് രണ്ടാം പ്രതിക്ക് മാത്രം മോട്ടീവ് ഉണ്ടായില്ല എന്ന് പറയാണ്. 20 സാക്ഷികൾ കൂറുമാറി. 261 സാക്ഷികളിൽ 20 പേര് കൂറുമാറി. ഈ കൂറുമാറിയർ ആരാ? ഈ തെളിവുകളെല്ലാം പറഞ്ഞിട്ട് മേഡം പറയണ ദർ ഇസ് നോ മോട്ടീവ്. എന്താ കാര്യം? മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള ഡിവോഴ്സിന്റെ കാര്യം ഇല്ല. പക്ഷെ നമ്മുടെ മേഡം പറയണ എന്താ വെച്ചാല് അതേ ഞാൻ എവിഡൻസിൽ എടുക്കൂ എന്ന. ജഡ്ജ്മെന്റിൽ അങ്ങനെയല്ലേ? അല്ല, ഈ കോടതി വിധിയിൽ അതിമനോഹരമായ ഒരു കാര്യം വിജയും ആശയൊക്കെ വായിച്ചപ്പോ മനസ്സിലായിട്ടുണ്ടാവും. അതായത് മോട്ടീവ്. ഇയാളുടെ 8ാം പ്രതിക്ക് മാത്രം മോട്ടീവ് ഉണ്ടായില്ല എന്ന് പറയാണ്. അപ്പൊ 8ാം പ്രതിയുടെ മോട്ടീവ് എന്ന് പറഞ്ഞിട്ട് കോടതി പറയുന്ന കാര്യങ്ങളിൽ ഒന്ന്, മഞ്ജു വാര്യരുടെ അടുത്ത് കാവ്യമാധവനുമായിട്ടുള്ള ബന്ധം ഞങ്ങളുടെ ഈ വിക്ടിം PW1 പറഞ്ഞു എന്ന് പറയുന്നതാണ്. അതിന് നിരവധി സാക്ഷികളെ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. നിങ്ങളിപ്പോ പറയുമ്പോ ചില ആളുകൾ പറയാം 20 സാക്ഷികൾ കൂറുമാറി. 261 സാക്ഷികളിൽ 20 പേര് കൂറുമാറി. ഈ കൂറുമാറിയർ ആരായിരുന്നു? ദിലീപിന്റെ ഭാര്യ, ദിലീപിന്റെ അനിയൻ, ദിലീപിന്റെ അളിയൻ, ദിലീപിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, ഇപ്പോ 376 പ്രതിയായിട്ടുള്ള സിദ്ദിഖ്, ദിലീപിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ ഇടവേള ബാബു, പിന്നെ സിദ്ദിഖിന്റെ കാര്യം ഞാൻ പറഞ്ഞ 376 പ്രതി. അപ്പൊ അത്തരം ആളുകള് കൂറുമാറും. എങ്കിലും ചില കാര്യങ്ങൾ കണ്ടെത്താൻ പോലീസ് ചില ആളുകളെ സാക്ഷിയാക്കി ചേർക്കും. അതാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ദർ ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് എൻക്വയറി. മനസ്സിലായില്ല? അപ്പോ ഈ തെളിവുകളെല്ലാം പറഞ്ഞിട്ട് മേഡം പറയണ ദർ ഇസ് നോ മോട്ടീവ്. എന്താ കാര്യം? മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള ഡിവോഴ്സിന്റെ കാര്യം ഈ കാവ്യമാധവനെ ഇദ്ദേഹവുമായി രാത്രി നടന്ന ചില ചാറ്റുമായി ബന്ധപ്പെട്ട, അത് ഭയങ്കര തമാശയാണ്. അതെങ്ങനെ കിട്ടിയെന്നുള്ളതേ, ഈ മഞ്ജു വാര്യരുടെ മൊബൈൽ നഷ്ടപ്പെട്ടു. അപ്പൊ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു മൊബൈൽ വേണം, നീ ഇപ്പൊ മൊബൈലൊന്നും മേടിക്കണ്ട, എന്റെ പഴയ മൊബൈൽ എടുത്തോളാൻ പറഞ്ഞു. വന്ന വഴി ആ മൊബൈലിൽ നിന്നാണ് മഞ്ജു ഈ കാര്യങ്ങൾ കാണുന്നത്. അങ്ങനെ അപ്പൊ പറയുന്ന മോട്ടീവ് ഇല്ല. അത് അറിയാൻ വേണ്ടി ജയന്റെ വീട്ടിലേക്ക് മഞ്ജു വാര്യരും സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും വന്ന സമയത്ത്, ഞാൻ ഇതൊക്കെ പറയുന്നത് ജഡ്ജ്മെന്റിനെ ഞാൻ വിമർശിക്കണില്ലാട്ടാ, പ്രത്യേകം പറയാം. ഞാനൊരു ഫാക്ട് പറയാം. അതേ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ കാര്യവും കോടതിയിൽ ഇപ്പൊ ജഡ്ജ്മെന്റ് പുറത്തു വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ്. ഫെയർ ക്രിറ്റിസിസം നമുക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ ഫാക്ട് ക്രിറ്റിസൈസ് ചെയ്യണ പോലുമില്ല. തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. മഞ്ജു വാര്യര് കോടതിയിൽ വന്ന് പറഞ്ഞു ഇതാണ് കാരണം. ഗീതു മോഹൻദാസ് വന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും പ്രധാനം PW1 എന്ന് പറഞ്ഞ ഞങ്ങളുടെ വിറ്റ്നസ് 376 കേസിൽ അതല്ലേ പ്രധാനം. വന്ന് പറഞ്ഞു, സാഹചര്യ തെളിവുകളെല്ലാം കൊടുത്തു. ഇതിന്റെ കാവ്യമാധവന്റെ അമ്മയെ വിളിച്ച് മഞ്ജു വാര്യർ സംസാരിച്ചിരുന്നു. ഈ കാര്യങ്ങൾ എല്ലാം പറഞ്ഞതിന് ശേഷം അതാണ് നമ്മുടെ മോട്ടീവ് എന്ന് പറയുന്നത്. ഈ പ്രതിക്ക് ഇദ്ദേഹത്തിനോട് ഉണ്ടാവാനായിട്ടുള്ള വൈരാഗ്യത്തിന്റെ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ കോടതി അതിൽ പറയുന്നത്, ഈ A82 എന്ന് പറയുന്ന പ്രതി ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തിരുന്നു. വിജയ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണേ. ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തു. ആർക്കെതിരെ? എമ്മിനെതിരെ. പേര് പോട്ടെ, എമ്മിനെതിരെ കൊടുത്തു. ഡിവോഴ്സ് പെറ്റീഷന്റെ നോട്ടീസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയെല്ലാം. ഈ നോട്ടീസ് കിട്ടി കഴിഞ്ഞപ്പോ ഇത് ആരൊക്കെയോ ഇടപെട്ട് ആ പ്രശ്നം 13B എന്ന് വെച്ചാൽ ജോയിന്റ് ഡിവോഴ്സിലേക്ക് എത്തി. ആ ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷനില് സ്പെസിഫിക്കലി എഴുതിയേക്കാണ് മറ്റേ ഡിവോഴ്സ് പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ആരോപണവും ഞാൻ വിഡ്രോ ചെയ്യുന്നു എന്ന്. അത് മാത്രമല്ല, ഞാൻ ആ പെറ്റീഷനും വിഡ്രോ ചെയ്യുന്നു. മനസ്സിലായ? അങ്ങനെ പറയുമ്പോ വിജയ പറയും, ആ പെറ്റീഷൻ എവിഡൻസിന് വാല്യൂ ഉണ്ടോ?
ഉണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മുടെ മാഡം പറയണത് എന്താ വെച്ചാല് അതേ ഞാൻ എവിഡൻസിൽ എടുക്കൂ എന്ന. ജഡ്ജ്മെന്റിൽ അങ്ങനെയല്ലേ? അല്ല. മിനിമം കോമൺ സെൻസ്. ഞങ്ങൾ തോറ്റിട്ടില്ല. നമ്മുടെ അതിജീവിതം വിജയിച്ചിരിക്കുകയാണ്. ലോകം മുഴുവനുള്ള മലയാളികൾ എന്നോട് വിളിച്ച്, മാഡം എത്ര പൈസ വേണം, ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്, ഞങ്ങളുടെ മക്കളുടെ കണ്ണീരുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലെ കണ്ണീരുണ്ട്, നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.